ഹായ്. അപ്പോൾ എപ്പോഴത്തേക്കും പോലെ നമ്മൾ ഒറ്റക്കായി. ഞാൻ ലോഞ്ച് ആപ്പി ഇറങ്ങിയതാണ്. എവിടെയോ അബുദാബി എയർപോർട്ടിൽ എവിടെയോ വേൾഡ് ലോഞ്ച് ഉണ്ടെന്ന് കേട്ടു. അപ്പോൾ ഞാൻ വഴി തെറ്റി ഞാൻ തിരിച്ചു വന്നു. വേൾഡ് ലോഞ്ച് ആ ഡയറക്ഷനിലാണ്. സോ നമ്മളിപ്പോൾ ലോഞ്ചിനകത്ത് കയറി. ഇപ്പോൾ ഞാൻ നോക്കുകയാണ് ഇവിടെ എന്തൊക്കെയാണുള്ളതെന്ന്. എന്താ പറയുക, ഐഷു മിസ്റ്റേക്കാൻ പോയിക്കാണ്. ഐഷു ഇതുവരെ എത്തിയിട്ടില്ല. അങ്ങോട്ടൊരു കിളയായിട്ടാണ് പോയത്. അങ്ങോട്ടൊരു കിള ആൾക്കാരായിട്ടാണ് പോയത്. കിള മീൻസ് ഒരുപാട് പേര്. നടന്ന് ഉപ്പാടുകളാക്കി കേട്ടിട്ടേ ഉള്ളൂ. നടന്ന് ഉപ്പാടുകളാക്കാണ്. എന്താ പറയുക, ആ നടപ്പ് നേരെ നടന്നിരുന്നെങ്കിൽ വയലെത്തിയത്. നമ്മളിപ്പോൾ ഫ്ലൈറ്റിലേക്ക് ബോർഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ബോർഡിങ് കഴിഞ്ഞ് ഇപ്പോൾ നടന്ന് അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത്. ഓൺ ടൈം ആയിരിക്കും അല്ലേ ഐഷു? നമ്മളിപ്പോൾ കയറി ചെന്ന് അവിടെ സെറ്റിൽ ഡൗൺ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ടീംസൊക്കെ ഇവിടെ എത്തും. അപ്പം നമ്മൾ അർമേനിയയിൽ വന്നു, സെറ്റായി. നമ്മളെന്താ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാം. നമ്മൾ ലഗേജൊക്കെ കളക്ട് ചെയ്തിട്ട് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാം. സോ നമ്മളിന്ന് എന്താ പറയുക, നമ്മൾ കുറച്ച് കോമഡീസ് ഉണ്ടായിരുന്നു. എർത്തടിച്ചോണ്ടിരിക്കുക ഞങ്ങൾ ഇലക്ട്രിക് കപ്പിളാണ്. കോമഡി ഉണ്ടായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇ വിസ എടുത്ത് എല്ലാവർക്കും ഇ വിസ ഞങ്ങൾ നേരത്തെ അപ്ലൈ ചെയ്തു. അപ്പോൾ എല്ലാവരെയും കടയാക്കി കൊണ്ടുവന്ന് വെച്ചാൽ ഐശ്വര്യ ഇ വിസ മാത്രം കിട്ടിയില്ല. ലാസ്റ്റ് നമ്മൾ വരുന്നതിൻ്റെ അന്ന് രാവിലെ വരെയൊക്കെ നോക്കി ഈ വിസ നോക്കുമ്പോഴത്തേക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വാഷ്റൂമിലേക്ക് പോയി. ഡയറക്ഷൻ മാറിപ്പോയി ചെറുതായിട്ട്. ഡയറക്ഷൻ മാറിപ്പോയി. നമ്മൾ അങ്ങോട്ട് വാഷ്റൂമിലേക്ക് തുടങ്ങി നമ്മൾ തിരിച്ചു പോയി. സോ ഈ വിസ നമ്മൾ അപ്ലൈ ചെയ്തു. ഐശ്വനെ കിട്ടിയില്ല. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഐശ്വന് മാത്രം ഓൺ അറൈവൽ വിസ എടുക്കാം, ഓടിച്ചെന്നെടുക്കാമെന്ന് പറഞ്ഞ് വന്നപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ കിട്ടി. ഫസ്റ്റ് തന്നെ നമുക്ക് സാധനങ്ങളെല്ലാം കിട്ടി. ഐശ്വന് വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടി. ഞങ്ങൾക്ക് അറിഞ്ഞിട്ടാണ്. എനിക്ക് മാത്രം സ്റ്റാമ്പ് ചെയ്ത് വരുന്നത് പാസ്പോർട്ടിൽ. ബാക്കി എല്ലാവർക്കും ജസ്റ്റ് ഒരു പേപ്പറിൽ കൊടുത്തു. അതുകൊണ്ട് എനിക്ക് ലാഭമായത്. പിന്നെ ഇവിടെ എയർപോർട്ടിൽ വന്നപ്പോഴത്തേക്കും ഇമിഗ്രേഷനൊക്കെ ഭയങ്കര സുഖകരമായിരുന്നു. അവർക്ക് ഭയങ്കര സന്തോഷം ചെയ്താൽ സ്നേഹമായിരുന്നു. പുള്ളിക്കാരൻ്റെ എൻ്റെ പേരൊക്കെ കേട്ടപ്പോഴത്തേക്കും ഐഷ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പേര് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സ്നേഹമൊക്കെ ആയിരുന്നു കേട്ടോ. കാര്യങ്ങളൊക്കെ ഷടപടയെ നടന്നു. ഇനി ബാക്കിയുള്ള വിശേഷം ഞാൻ പറയാം. എയർപോർട്ടിൽ നിന്ന് ആദ്യം ഇറങ്ങട്ടെ. ആദ്യം വാഷ്റൂമിൽ പോയൊരു വന്നം അതിനായിട്ട് ഞങ്ങൾ ഇറങ്ങും. സോ നമ്മളിപ്പോൾ ഇവിടെ വന്ന് ഞാനിപ്പോൾ അവിടുന്ന് വിവേന്ന് ഒരു എന്താണ് പറയുക സിം കാർഡൊക്കെ എടുത്ത് ബാക്കിയുള്ളവരൊക്കെ ഇവിടെ നിന്ന് വേറെ ബ്രാൻഡ് സിം കാർഡ് എടുക്കുന്നുണ്ട്. എൻജോയിങ് ഇൻ അർമേനിയ വിത്ത് കിഡ്സ്. ഇവിടെ അവിടെ നിന്ന് ടീം ടെലികോം അർമേനിയ എന്ന് സിം എടുക്കുന്നുണ്ട്. സോ അങ്ങനെ ഞങ്ങൾ കസാഖിസ്ഥാനിലെ അൽത്താഫ് ഗ്രൂപ്പിനെ കണ്ടു. ഇപ്പൊ ഞങ്ങള് അർമേനിയയിലെ അൽത്താഫ് ഗ്രൂപ്പിനെ കണ്ടു. ഈ അൽത്താഫ് ഗ്രൂപ്പ് വലിയ ടീമാണോ? ഈ അൽത്താഫ് ഗ്രൂപ്പ് വലിയ ടീമാണോ? ചൂടുണ്ട് ഇവിടെ, ചൂടുണ്ട്. ചിന്ന മഴത്തുള്ളികൾ വന്നാൽ കൊള്ളായിരുന്നു. പക്ഷെ ഇവിടെ നമ്മളുള്ള ചെറിയ ചൂടുണ്ട്. പിന്നെ ഇതിപ്പോ മറ്റേ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഇല്ലേ, ഗ്ലാസിനകത്ത് കൂടി കയറിയിട്ടുള്ള അതിലൊരു ചെറിയ ചൂടുണ്ട്. നമ്മളിപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടാണ് കേട്ടോ. ഇവിടെ
എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ അടുത്ത് സാസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ വന്നതിന് മുമ്പാണ് സാസ് കറക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ എത്തിയപ്പോൾ തന്നെ ഫുഡ് കഴിക്കാൻ തോന്നി. നമ്മൾ സാസിൽ കയറുന്നത് സ്പേസ് ഇല്ല. അപ്പൊ നമുക്ക് ഇപ്പൊ ഇവിടെ ഫുഡ് കോർട്ടിൽ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ഫുഡ് കോർട്ട് കാണി. ഫുഡ് കോർട്ട് നോക്കി. നമ്മളിപ്പോ എന്താണ് പറയാ കിച്ചണിനകത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ എന്താണ് വാങ്ങിച്ച് കഴിക്കേണ്ടതെന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തുള്ള സ്ഥലങ്ങളിൽ പോകാം. സോ നമുക്കിവിടെ സൂഷി അവൈലബിൾ ആണ്, അവിടെ എന്താ പറയുക ലവാഷ് അവൈലബിൾ ആണ്, ഇവിടെ ഹോട്ട് കിച്ചൺ അവൈലബിൾ ആണ്. ഹോട്ട് കിച്ചണിനകത്ത് നമുക്ക് ചിക്കനും സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അപ്പുറത്ത് പിസ്സ ഉണ്ട്, സാലഡ് ഉണ്ട്, കോഫി ഉണ്ട്, ഫാർമസി ഉണ്ട്. എല്ലാം ഒറ്റ കുട കീഴിൽ വൺ അംബ്രല. പിന്നെ പാൻ ചിക്കൻ ഉണ്ട്, കോൺ ചിക്കൻ ഉണ്ട്, പിന്നെ ഷവർമ ഉണ്ട്, ബാബിക്ക ഉണ്ട്. അത് ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓർഡർ ചെയ്യുക, കഴിക്കുക. സിമ്പിൾ ആൻഡ് ഹംബിൾ. ഇവിടെ നിങ്ങൾ പോവുക. ഒരു കാര്യം കൂടി പറയാൻ മറന്നുപോയി, ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ ഈ സാസിൽ വന്നു കഴിഞ്ഞാൽ ഗുണം എന്താ വെച്ചാൽ കഴിക്കുകയും ചെയ്യാം, ക്യാഷ് കൺവേർഷൻസ് ചെയ്യണമെങ്കിൽ ചെയ്യാം. സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ചെറിയ ഐറ്റംസ് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം. ഗുഡ്, താങ്ക്സ്. ഇപ്പോൾ കണ്ടതാണ് നമ്മുടെ ആർത്തി, നമ്മുടെ ഡ്രൈവർ. പിന്നെ ഇപ്പോൾ ഇവിടുത്തെ ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഹലാലാണോ ഹറാമാണോ എന്നുള്ളതിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡൗട്ട്സ് അവിടെ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫിഷിനില്ലായിരിക്കും പ്രശ്നം, അതുകൊണ്ട് കുഴപ്പമില്ല. ഹായ് ഗായ്സ്, ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ ഉള്ളത് നമ്മള് വെർണീസ് ഹാൽസ് എന്ന് പറഞ്ഞൊരു പാർക്കിലാണ് കേട്ടോ. ബാക്കിൽ എനിക്ക് കാണാൻ പറ്റും, ഇതാണ് പാർക്ക്. നമ്മളിപ്പോ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു, ഡ്രസ്സൊക്കെ മാറി റെസ്റ്റ് എടുത്തിട്ട് നേരെ ഇങ്ങോട്ടാ വന്നത്. ജസ്റ്റ് ഒരു പാർക്ക് എന്ന് പറയുമ്പോൾ മാത്രം വലിയൊരു പാർക്കല്ല, ജസ്റ്റ് ജൂനിയർ ഷോപ്പാണ്. ഇവിടെ നിങ്ങൾക്ക് കുറേ ഷോപ്പുകൾ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഇഷ്ടമുള്ള സാധനങ്ങൾ. ഇതൊരു സ്ട്രീറ്റ് ആണ്, ബേസിക്കലി ഒരു സ്ട്രീറ്റ് ആണ്. അപ്പൊ ഈ സ്ട്രീറ്റിനകത്ത് അപ്പുറത്തിപ്പുറത്തായിട്ട് സോനിയർസിന്റെ ഒരു നമ്മുടെ നാട്ടിലൊക്കെ പല റോഡിലൊക്കെ. അപ്പൊ ഇവിടെ ഇഷ്ടംപോലെ സ്റ്റോൾസ് ഉണ്ട്. അപ്പൊ നമുക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. ആക്ച്വലി നമ്മള് ലാസ്റ്റ് ഡേ ആണ് പർച്ചേസ് ചെയ്യാൻ പോലും, പക്ഷെ ഇപ്പോൾ നമ്മുടെ ഹോട്ടലിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഷോപ്പൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മള് ഇവിടെ ശരിക്കും നല്ലതാണ്. ഒരുപാട് ആന്റിക് ടൈപ്പ് സാധനങ്ങളുണ്ട്. പിന്നെ ഇതെന്തുവാ, എന്തിൻ്റെ കൊമ്പാന്ന് തോന്നുന്നുണ്ട്, കണ്ടോ? എന്തിൻ്റെ ഒരു കൊമ്പൊക്കെയാണത്. ഇവിടുത്തെ ഐറ്റംസ് ഒക്കെ ഇപ്പൊ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ കുറേ സ്കാർഫൊക്കെ ഉണ്ട്, കണ്ടോ? ഷിഫോൺ ടൈപ്പ് മെറ്റീരിയലാണ്, നെറ്റ് മെറ്റീരിയൽ ഒക്കെ ഉണ്ട്, കണ്ടോ? ഇതാണ് വൈൻ. So basically wine the പോക്കില്ലേ, and we have a sandwich to wine the പോക്കി ഇങ്ങനെ good. So ഇതാണ് wine the പോക്കി we worship you. Wine the പോക്കി we do now. സോ ഈ മാർക്കറ്റ് ഇങ്ങനെയാണ്, ഇങ്ങനെ രണ്ട് സൈഡിലായിട്ട് അങ്ങനെ പല റോസ് ആയിട്ട് സെക്ഷൻ.
ഇതിന് എത്രയാ പറയണേ പറയട്ടെ. 7,000 ഇങ്ങനെ വരും. ഇത് അർമേനിയക്കാരുടെ ആണ്. ഇവിടെ ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട്. പക്ഷേ റേറ്റ് നമ്മളെ കണ്ടത് ടൂറിസ്റ്റ് ആണെന്ന് പറയുമ്പോഴത്തേക്കും അവർ കുറച്ച് അധികം കാശ് കൂട്ടുന്നുണ്ട്. ഇതിനൊക്കെ 7,000 ആണ് പറയുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ഇവിടുന്ന് വാങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലത്. വേറെ നോക്കാം, വേറെ സ്ഥലത്തുണ്ടാവും നോക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒറ്റയടിക്കാണ് 7,000 ഒക്കെ കൂട്ടി പറയുന്നത്. നഷ്ടം അത് നമുക്ക്. അവിടെ രസമുണ്ടല്ലോ. ആക്ച്വലി നമ്മൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. പക്ഷെ ഇവിടുത്തെ റേറ്റ് കേട്ടപ്പോൾ ജസ്റ്റ് കണ്ടുപോകാന്നുള്ളൊരു പ്ലാനിലൊക്കെ ആവി പോകുന്നുണ്ട്. നമുക്ക് നോക്കാം. കത്തീഡ്രൽസ് ഇല്ലേ, അർമേനിയയിൽ കൂടുതലും ഇതുപോലെ കത്തീഡ്രൽസ് ആണ് കൂടുതലുള്ളത്. വേറെ പ്രത്യേകിച്ച് അതിൽ കാണാൻ ഒന്നുമില്ല. അപ്പം ക്രിസ്ത്യൻസിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുമായിരിക്കും കേട്ടോ. കാണാനൊക്കെ നല്ല ഭംഗിയാണ്. ഇതൊക്കെ റേറ്റ് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ഇപ്പം ഞെട്ടിക്കാം. അമ്മച്ചിനോട് നമുക്ക് റേറ്റ് വെച്ചിട്ട് വരാം. ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ആക്ച്വലി ഇത് കാണാൻ നല്ല രസമുണ്ട്. പക്ഷെ റേറ്റ് അത്ര പറ്റില്ല നമുക്ക്. ഇതിന്റെ ജ്യൂസ് അതെനിക്ക് തോന്നുന്നു ഇറാന്റെ തൊട്ടടുത്തുള്ള രാജ്യമുള്ള അർമേനിയ. അവിടെയൊക്കെ ഇതുപോലെ പൊമഗ്രാനൈറ്റിന് ഭയങ്കര കൂടുതലാണ്. ഇവിടെ കൾട്ടിവേഷൻ കൂടുതലാണ് കേട്ടോ. ഇതിന്റെ ഉള്ളിൽ നോക്കി ശരിക്കും ഭയങ്കര ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നില്ലേ? ഭയങ്കര ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൽ കുറെ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസസും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വെച്ചേക്കുന്നത്. പിന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള അവരുടെ കപ്സും കാര്യങ്ങളൊക്കെയാണ് വെച്ചേക്കുന്നത്. അതിന്റെ റേറ്റ് ആണല്ലോ. ഒരു മോതിരം ഭയങ്കര 7,000 ആണ് പറയുന്നത്. നമ്മളിവിടെ പൊമഗ്രാനൈറ്റ് ജ്യൂസ് കുടിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പൊ അയാൾ പറഞ്ഞു അയാളെ ഫീസ് കാണിക്കരുത്. ഫീസ് കാണിക്കാതെ കൈ മാത്രം ഇടിച്ചിട്ട് എടുക്കുവാണ് കേട്ടാ. ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് കിട്ടും ഇവിടെ. എന്താ ഇതിനെ പിഴിഞ്ഞിട്ട് എടുക്കുവാണ്. അതിന്റെ അയാളുടെ മുഖം കാണിക്കാതിരിക്കാണ് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഇയാള് കുറേ കോമഡിക്ക് എന്നോട് പറഞ്ഞു ഇയാളുടെ ഭാഷയിൽ. എനിക്ക് ഒരു ഭാഗം മനസ്സിലായിട്ടില്ല. നോ ഫേസ്. ഇയാൾ എന്തൊക്കെയോ കോമഡിയാ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. പക്ഷേ ഇയാളുടെ ഭാഷ കൊണ്ട് എന്താണ് കോമഡി എന്താണെന്നൊന്നും മനസ്സിലായിട്ടില്ല. ഏകദേശം നമ്മുടെ പൊമഗ്രാനൈറ്റ് റെഡി ആയിട്ടോ. ബാക്കിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്രൈഡിന് ഇപ്പൊ റൂമിനെയും കാണാം. നമ്മൾ ഐസ്ക്രീം വാങ്ങിച്ചു. കുഴപ്പമില്ല, നല്ല രസം. ഒരു ദുബായിലെ ഒരു 3 റംസ് നമ്മുടെ ഐസ്ക്രീമാണിത്. ഇവരുടെ അത്യാവശ്യം നല്ല ഫോളോവേഴ്സുള്ള ഐസ്ക്രീമാണ്. ഞങ്ങളൊരു ഫോട്ടോ എടുക്കാൻ പോവാം. അങ്ങനെ നമ്മൾ ഒരു റിപ്പബ്ലിക് സ്ക്വയറിലൊക്കെ പോയ ശേഷം നമ്മളിപ്പോൾ ഒരു കാസ്കേഡ് കാണാൻ വേണ്ടി വന്നിട്ടോ. അപ്പോൾ ഇതാണ് കാസ്കേഡ്. അത് കുറേ സ്റ്റെപ്പ് ഉണ്ട്. സ്റ്റെപ്പല്ല പ്രശ്നം, പക്ഷേ ഈ വെയിൽ ഭയങ്കര പ്രശ്നമാണ്. നല്ല ചൂടാണ്, വെയിൽ നല്ല ശക്തിയാണ്. തണുപ്പ് കാറ്റൊന്നും ഇല്ല. ഇവിടെ ഇപ്പോൾ 6:30 പക്ഷേ ഇവിടെ ഭയങ്കര ഒരു വൈകിട്ട് ഒരു സിറ്റി അല്ലേ, ഒരു ക്ലൈമറ്റ് ഒരു വൈകിട്ടായിട്ടുള്ള ഒരു ഉച്ച സമയം പോലെയാണ് കാണുന്നത്. അങ്ങറ്റം വരെയും കയറണം കാസ്കേഡ് എന്ന് പറയുമ്പോൾ. അല്ലാതെ നമുക്ക് ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കാം. പക്ഷെ അങ്ങനെ എല്ലാവരും ഒന്നും കയറുന്നില്ല. ഇത് കുറച്ച് പേരെ കയറുന്നത്. ഇവിടെ ഫോട്ടോ ഷൂട്ടിനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കുറേ ഫോട്ടോ ഷൂട്ടുകൾ നടക്കുന്നുണ്ട് പിള്ളേരുടെയൊക്കെ. അങ്ങനെ അത് റോഡ് സൈഡിനോട് ചേർന്ന് തന്നെയാണ്. അപ്പം അത്യാവശ്യം കാണാൻ വെച്ചാൽ ആ ഹൈറ്റിൽ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും.
ഇവിടെ ആക്ച്വലി ഇത് വിൻ്റർ സീസണിൽ നല്ല രസമാണ്. എല്ലാ ക്ലൈമറ്റും ഓരോ വൈബാണല്ലോ. നമ്മൾ ഓരോ ടൈമിലും ഓരോ ക്ലൈമറ്റ് ഓരോ രാജ്യങ്ങളിൽ പോവാണ്. വിൻ്റർ ടൈമിൽ നമ്മൾ കസ്ബിസ്ഥാനാണ് പോയത്. ഉണ്ടോ ഇവിടെ കുറേ ഫോട്ടോ എടുക്കാൻ പറ്റിയ പ്ലേസാണ്. ഏറ്റവും ടോപ്പിൽ കാണുന്നതാണ് കാസ്കേഡ് എന്ന് പറയുന്നത്. അത് ടോപ്പ് വരെ പോകാം നമുക്ക്, പക്ഷേ ഈ വെയിലത്ത് നമുക്കത് പറ്റില്ല. കാരണം വെച്ചാൽ നല്ല ശക്തിയിലാണ് വെയിൽ മുഖത്തൊക്കെ അടിക്കുന്നത്. നമുക്ക് ആക്ച്വലി ജസ്റ്റ് ഒന്ന് സ്റ്റെപ്പ് കയറിയിട്ട് പോയി നോക്കാം. എങ്ങനെയാണ് എന്താണെന്നൊക്കെ നോക്കാം. അവിടെ ഒരു സ്റ്റാച്ചു ഒക്കെ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ഫോട്ടോ ഒക്കെ എടുക്കാം. ഇതിന്റെ പേരെന്താ? ഫാമിലി അറിഞ്ഞുണ്ട്. ചുറ്റുമണി അത്ര എന്റെ പേര് എനിക്ക് പേരറിയില്ല കേട്ടോ. പേര് പറയാൻ പറയൂ. പിന്നെ അവിടെ കുറേ ഫോട്ടോഷൂട്ടൊക്കെ നടത്താൻ എനിക്ക് സ്ഥലമാണ്. ആക്ച്വലി ഇവിടെ മാത്രമാണ് ഒരു തണലുള്ളത്, ബാക്കിയൊക്കെ ഭയങ്കര വെയിലാണ്. ഇത് കഴിഞ്ഞ് ഇങ്ങനെ ഇങ്ങോട്ട് ഭയങ്കര വെയിലാണ്, അൺസഹിക്കബിളാണ്. കണ്ടോ ടോപ്പ് പോണം. ഇത് ആക്ച്വലി ഇൻ ബിറ്റ്വീൻ ഒരു റോഡുണ്ട് കേട്ടോ. അവിടെ ഫുഡ് സ്റ്റോറൊക്കെ ഉണ്ട്. ഫുഡ് സ്റ്റോറുണ്ട്, ഫുഡ് കഴിക്കും. ഇവിടുത്തെ ഡ്രൈവിംഗ് ഒക്കെ ഭയങ്കര മോശമാണ് കേട്ടോ. ഇൻഡിക്കേറ്റർ ഇല്ലാതൊക്കെ പോവാം. അവരെ എപ്പോൾ തിരിക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റില്ല. നമ്മളിപ്പോൾ കാസ്കേഡിന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ വാട്ടർഫോൾസ് ചെറിയ രീതിയിൽ ഉണ്ട്. പിന്നെ ഒരു അമ്മച്ചി കിടക്കുന്നുണ്ട്. യോഗ, ഇൻ്റർനാഷണൽ ഡേ ഓഫ് യോഗ എന്ന് പറഞ്ഞിട്ട് അവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം എന്തൊക്കെയോ പരിപാടി അവിടെ നടക്കുന്നുണ്ട്, നമുക്ക് നോക്കാം. യോഗ എന്ന് പറയുമ്പോൾ ഇന്ത്യൻസിൻ്റെ ആയിരിക്കാം. അപ്പോൾ നോക്കാം എന്താ സംഭവം എന്ന്. യോഗ ചെയ്തുകൊണ്ട് യോഗ മാറ്റ് കുറേ വിരിച്ചിട്ടുണ്ട്. ചിലവർ ഒന്ന് ഇരുന്ന് തുടങ്ങി. എനിക്കോടൊക്കെ ഇതിൽ ഇന്ത്യൻസാണ് ഉള്ളത്, ഇന്ത്യൻസിൻ്റെ പരിപാടി. പക്ഷേ അർമേനിയൻ ആൾക്കാരുണ്ട് കേട്ടോ. ഇങ്ങനെ കയറി അച്ഛനെ പോകണം, പക്ഷേ അവിടെ ഇരിക്കാനോ ഒന്നും പറ്റില്ല. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ നമ്മുടെ ഇന്നത്തെ നൈറ്റ് ഡിന്നർ കഴിക്കണം. ഞാൻ ഓർഡർ ചെയ്തത് ചിക്കൻ ബിരിയാണിയാണ്. ചിക്കൻ ബിരിയാണി ഞാൻ ഓർഡർ ചെയ്തത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ്. ഓൾറെഡി ഇന്ന് ഇവിടെ എത്തിയതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ റെസ്റ്റ് എടുത്തിട്ടൊന്നുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട്, ഞങ്ങൾക്കല്ല ഫാമിലിക്ക് പിള്ളേരുള്ളതുകൊണ്ട് അവർ ഭയങ്കര ടയേർഡായിട്ട് അവർക്ക് വേഗം വീട്ടിലേക്ക് വരണ്ടാവും. സോ നമ്മളിന്ന് കഴിക്കുമ്പോൾ ഇവിടെ നിന്ന് കഴിക്കുന്നത്. ഓക്കെ, ഞങ്ങൾക്ക് റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി ഇതാണ് വ്യൂ. അല്ലാതെ അവിടെ എന്തോ പള്ളിപ്പെരുന്നാൾ നടക്കുന്നത്. അവിടെ നിന്ന് ഇപ്പോൾ ഫ്ലാഷ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അടിച്ചോട്ടിരിക്കേണ്ടത്. നിർത്തിയിട്ട് പോകണേ. ഐശ്വര്യ തുടങ്ങി, ഞാനും തുടങ്ങാൻ പോകണം. അപ്പം കഴിക്കാൻ പോകുന്നത് നമ്മുടെ റൂം ഇതാണ്. ഒരു ചെറിയ റൂമാണ്. എന്താ പറയുക, ഉറങ്ങാൻ വേണ്ടി മാത്രമുള്ള റൂമാണ്. ചെറിയ റൂം അടുത്തത്. പക്ഷെ ഇവിടുന്ന് ഫുഡ് അടിക്കേണ്ടി വരുമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.